മോളെ, രവി സാറിനെ കണ്ടോ? ഇല്ല. എന്താ അമ്മേ? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നില്ലല്ലോ. വീട് പൂട്ടിയിരിക്കുന്നു. അത്യാവശ്യമായിട്ട് നാട്ടിൽ പോയിരിക്കാന്ന് പ്യൂൺ പറഞ്ഞു. നാളെ വരുമായിരിക്കും അല്ലേ? അതെമ്മേ, ഒന്നും പറയാതല്ലേ പോയത്. എന്താ മോളെ വിഷമിച്ചിരിക്കുന്നേ? രവി സാറിന് ഇതുവരെ കണ്ടില്ലല്ലോ അമ്മേ. പോയിട്ട് 1 മാസമായില്ലേ. അതിന് നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ലമ്മേ. അടുക്കളയിൽ പോയി വല്ല ജോലിയും നോക്ക്. പോ. ഇതാണ് കുഞ്ഞ രവി സാറിന്റെ വിലാസം. എന്തിനാ കുഞ്ഞ ഇത്ര അത്യാവശ്യമായിട്ട്? ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി സാറിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കാനാ. എന്നാ വേഗം പോയിക്കോ. അക്കരയ്ക്ക് എന്നാ 11:30 ബസ്സുണ്ട്. എന്താ? വില്ലേജ് ഓഫീസർ രവി സാറിന്റെ വീട് ഇതല്ലേ? അതെ. എന്താ? സാറിനെ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. സാർ 1 മാസമായി കോഴിക്കോടാണ്. സ്ഥലം മാറ്റം വാങ്ങി അങ്ങോട്ട് പോയിരിക്കുകയാണ്. വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അച്ഛനെ അന്വേഷിച്ച് വന്നതാ മോനെ. ഒരു ജോലി കാര്യമാണ്. ഞാൻ നേരിട്ട് കാണുമ്പോ പറഞ്ഞോളാം. ശരി. നടന്ന കാര്യം ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു. മോളെ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ അമ്മ താഴെ വീണു. അത് അവസാനത്തെ വീഴ്ചയായിരുന്നു സാർ. പല പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് തുനിഞ്ഞു. അപ്പോഴെല്ലാം എന്റെ വയറ്റിൽ വളർന്നു വരുന്ന കുഞ്ഞിനെ പറ്റിയുള്ള ഓർമ്മ എന്നെ തടഞ്ഞു. എന്റെ പൊന്നുമോളുമായി ഞാൻ ജീവിക്കുന്നു സാർ. വെറുക്കപ്പെട്ടവളായി. ചീത്ത എന്ന മുദ്ര നാട്ടുകാരന്റെ നെറ്റിയിലടിച്ചു. ഞാൻ ചീത്തയാണോ സാർ? സത്യത്തിൽ ഞാൻ ചീത്തയാണോ? ക്ഷമിക്കൂ തുളസി, എന്നോട് ക്ഷമിക്കൂ. എന്നിലെ മനുഷ്യൻ ഒരു നിമിഷം മൃഗമായി. അത് സാരമില്ല. സാർ ഒരു മനുഷ്യനല്ലേ. ഞാൻ സാറിനെ കുറ്റപ്പെടുത്തുന്നില്ല. സാറിന് ആ മനുഷ്യന്റെ ഫോട്ടോ കാണണം. ഇത് ഞാൻ സൂക്ഷിക്കുന്നത് മറ്റൊന്നിനുമല്ല. എന്തെങ്കിലും എന്റെ കുഞ്ഞ് അച്ഛനെ അന്വേഷിച്ചാൽ അതിനു വേണ്ടിയാണ് സാർ. തുളസി, ഞാൻ തുളസി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സാർ, സാർ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഭ്രാന്തല്ല തുളസി, ഇതിപ്പോ തോന്നിയതല്ല. തുളസിയെ കണ്ട ദിവസം മുതൽ തോന്നിയതാണ്. ഇത് പറയാൻ ഒരു സന്ദർഭം പ്രതീക്ഷിച്ചിരിക്കുക. തുളസി എന്ത് പറയും? വേണ്ട സാർ, ഒരിക്കലും വേണ്ട. ചീത്തയായ എന്നെ. തുളസി, ചില സന്ദർഭങ്ങളിൽ ചില പെൺകുട്ടികൾ ചീത്തയായി പോയി എന്ന് വരാം. ആ ഒരു തെറ്റുകൊണ്ട് മാത്രം ജീവിതകാലം മുഴുവൻ അവരെ ഹോമിക്കുന്നത് ക്രൂരമാണ്. തുളസിയുടെ കഥ മുഴുവൻ എന്നോട് പറഞ്ഞു. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയാനില്ല. ഞാൻ തുളസിക്ക് നല്ലൊരു ഭർത്താവായി. ദയവായി പോകൂ. ഇനി ഒരിക്കലും എന്നോട് കാര്യം പറയരുത്. ഞാൻ ഇനി ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നില്ല. എന്റെ പൊന്നുമുത്തി, നിന്റെ തുള്ളല് ഈ വർഷം നേരത്തെ ആക്കണേ. എന്നാലേ ഞങ്ങളുടെ കല്യാണം നേരത്തെ നടക്കൂ. അങ്ങനെയല്ലേ? സാറെന്നെ അന്വേഷിച്ചെന്ന് പിയൂൺ പറഞ്ഞു. നാട്ടുകാര് ഡിഒയ്ക്ക് അയച്ച പെറ്റീഷന്റെ എക്സ്പ്ലനേഷൻ എന്നോട് ചോദിച്ചിരിക്കുന്നു. ഞാൻ എന്ത് എഴുതണം? സാറിന് ഇഷ്ടമുള്ള എഴുതാം. ഇനി ഞാൻ പൊയ്ക്കോട്ടെ. മാളു, മാളു. ആ തുളസി കുഞ്ഞോ, ഇങ്ങോട്ട് കേറി വാ. ഇതിലോട്ടിരി. നിന്റെ കല്യാണമൊക്കെ നിശ്ചയിച്ചെന്ന് കേട്ടല്ലോ. എന്നാ പെണ്ണെ? മകര 7 മുത്തമ്മയുടെ തുള്ളല്. അതിനടുത്ത ദിവസം കല്യാണം. അപ്പോ വളരെ അടുത്താണല്ലോ.
ഞാനങ്ങോട്ട് വരാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു ഈ വിവരം പറയാൻ. ചുമ്മാ മേനിവാക്ക് പറയാതെ പെണ്ണെ. അയ്യോ അല്ല, നേരാ, മുത്യമ്മയാണ് സത്യം. നിനക്ക് കാര്യമായി വല്ലതും തരണമെന്ന് ആഗ്രഹിച്ചതാ, പക്ഷെ നടന്നില്ല. ഇന്ന് ഇത് 50 രൂപയുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളത് വല്ലതും വാങ്ങിച്ചു. വേണ്ട, തുളസിക്കുഞ്ഞിന് ബുദ്ധിമുട്ടുള്ള സമയമല്ലേ. ഇത് വാങ്ങുമാളൂ. ഇതെങ്കിലും നിനക്ക് തന്നില്ലെങ്കിൽ നീ എന്റെ അനുജത്തിയാണ്, കൂടെ പറഞ്ഞില്ലെങ്കിലും. ഇതാര് മാളോ? ആടെ ഞാൻ പിടിച്ചോളാം. എന്താ മാള്, സുഖം തന്നെ? ഓ, സുഖം തന്നെ. ഈ പുല്ല് കൊടുക്കുവോ? ഇല്ല, ഇത് വേറൊരാൾക്ക് കൊടുക്കാനുള്ളതാ. ഇന്നത്തേക്ക് മാത്രം എനിക്കിതാ, മറ്റേ ആളിന് നാളെ കൊടുക്കാം. ഇല്ലെന്ന് പറഞ്ഞില്ലേ? വാസുള്ള മര്യാദയ്ക്ക് പോകുന്നതാണ് നല്ലത്. ഞാനിപ്പോ മര്യാദ കടായിട്ട് എന്തെങ്കിലും പറഞ്ഞു. ഇത് കൊള്ളാം. പുല്ല് തരുന്നോന്ന് ചോദിച്ചു, തന്നില്ലേ വേണ്ട. ഇനി തന്നാലും നിന്റെ പുല്ല് എനിക്ക് വേണ്ട. വാസുപിള്ള നേരെ ചെവേ പോവില്ല അല്ലേ? തങ്കേ, പിടിച്ചോ. തങ്കേ മതി, വാ. ആടെ നീ എന്നെ ഇടിച്ചു അല്ലേ? നീ നോക്കിക്കോ, എന്നെ ഇടിച്ചിട്ടുള്ളവരാരും നേരം വിളിപ്പിച്ചിട്ട് 24 മണിക്കൂറിനകം നിന്നെ ഞാൻ കീച്ചില്ലെങ്കിൽ എന്റെ പേര് മീശ വാസു എന്നല്ല. ഓടാതെ നടക്കടി തങ്കേ. ஐயா முருகா வருவீரா? ஆண்டி பண்டாரம் முருகன வேண்டிக் கொண்டேனே, ஆண்டி பண்டாரம் முருகன வேண்டிக் கொண்டேனே. ஐயா சாமி, ஏதாவது ஓடுங்கோ, பழனிக்கு போக போறேன். താൻ തന്നെ പാട്ടിന് പോടും. பாட்டு தான் பாடியாச்சு ஐயா, மறுபடியும் பாடணுமா? பாடுறேன் பாடுறேன். ஆண்டி பண்டாரம் முருகன வேண்டிக் கொண்டேனே, ஆண்டி பண்டாரம் മുരുകന പണ്ടാരം. ஐயா. ഞാൻ ഒരു കാര്യം പറയാ ചെയ്യോ? 10 രൂപ തരാം. 10 രൂപവാ? എത് വേണാലും ചെയ്ത ചാവി. എന്നാ പറഞ്ഞു തരേ. വെക്കോ.
ഇല്ലേ? കണ്ടവാ മുരുക ശബ്ദം ഉണ്ടാക്കാടോ. വാ വാ ഇതെന്നാ ആട് മാതിരി മെതിക്കാട് മാതിരിയോ? ആട് വല്ലടോ ചങ്കി പിടിക്കണോ? എதுக்கு சாமி ചങ്കി പിടിക്കണോ? ചങ്കി പിടിച്ചാ ശബ്ദം കേൾക്കൂല. அப்படியா? രാത്രി കിടന്ന് ഊതാറോ പന്ന പണ്ടാരം ഊതാറോ? അയ്യോ അടിച്ചങ്ങളെ അയ്യോ അയ്യോ ചങ്ക് എൻ ചങ്ക് എൻ ചങ്കാണ് അയ്യോ വാസു വാസു ആരാണ്? എന്താടാ എന്ത് വേണം? നീ അങ്ങ് ആരുടെ മോഷിക്കില്ലടാ? വേണ്ടി വന്നാ മോഷ്ടിക്ക്. നീ ആടാ ചോദിക്കാൻ? നിന്നെ കൈ പൊക്കിയോടാ നീ. മോട്ടിക്കാൻ വരില്ലടാ. എന്ത് പറ്റി? എന്ത് പറ്റി നിങ്ങൾക്ക്? എന്ത് പറ്റിയില്ല? നീയായിരുന്നു ദേവനും രാജപ്പനും അല്ലേ? കുറെ നേരം ആയല്ലോ ദേവന്റെയും രാജപ്പന്റെയും പേരും പറഞ്ഞ് പേടിച്ചേർന്ന് വിളിക്കുന്നു. നാണമില്ലല്ലോ. ഒരു ചട്ടമ്പി അടക്കുന്നു.